അങ്ങനെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സവാളയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിഴങ്ങറി ഉണ്ടാക്കണമെങ്കിൽ മുമ്പായിട്ട് നമ്മൾ പുട്ടിനുള്ള പൊടിയൊക്കെ അടിച്ച് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ കിഴങ്ങറി വറുത്തരച്ച് നമ്മൾ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തേങ്ങയും സവാളയൊക്കെ വറുത്തരച്ച് അത് അരപ്പായിട്ട് വേവിച്ച് കയ്യിലേക്ക് ഊറ്റി കൊടുത്ത് തിളച്ച് വന്നപ്പോൾ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് നമ്മുടെ കറി റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞ് ചായയോടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ. അതിനാന്ന് വെച്ചാൽ അമ്മച്ച അവിടെ ചക്കക്കുരുമാങ്ങ കറി വെച്ചതുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കപ്പയും കടലയും മുഴുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തിന്നാനുള്ള വയറില്ലാത്തതുകൊണ്ട് അത് പാക്ക് ചെയ്തുകൊണ്ട് പോന്നു. അമ്മച്ചിയുടെ വീട്ടിലോ അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിലോ എവിടെയെങ്കിലും കറി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കറി എടുക്കും. കാരണം വീട്ടിൽ കറി വയ്ക്കണ്ടല്ലോ. അങ്ങനെയൊക്കെ കിട്ടുമെങ്കിൽ ഞാൻ വയ്ക്കൂട്ടോ. കാരണം ഉമ്മയുടെ വീട്ടിലും ചാകും ഉമ്മയും വാപ്പിച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കറി ബാലൻസ് പോകും. അപ്പോൾ പിന്നെ പോയി എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ അത് വേസ്റ്റ് ആവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കേക്കിൻ്റെ ഷോപ്പിലൊന്ന് പോകണമായിരുന്നു കേട്ടോ. പോയ വഴി ഉമ്മയുടെ വീട്ടിൽ കയറി ചോറ് നിന്നിട്ടായിട്ട് പോയത്. എല്ലാവരും വിചാരിക്കരുത് ഞാൻ ഉമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചോറിനുണ്ട് വരില്ല. എന്താണെന്നറിയില്ല, അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ചോറ് തിന്നാൻ തോന്നും. അങ്ങനെ അത് കഴിച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ഷോപ്പിൽ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. മെയിനായിട്ട് നമുക്കൊരു സ്കൂളിലേക്ക് ഫെയർവെല്ലിന് വേണ്ടിയിട്ട് ഒരു 4 കിലോ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോക്സും ബേസും നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അതല്ലാതെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഫുഡ് കഴിക്കണ ആയിക്കൊണ്ട് നമ്മൾ ചുമ്മാ മൊത്തം കറങ്ങിയൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 1-2 ടോപ്പറൊക്കെ എടുക്കണമായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്തൊരു മോം ട്യൂബിയുടെയും അതേപോലെ ഇങ്ങനെ നമ്മൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ വയ്ക്കണ ടൈപ്പ് ഒരു ടോപ്പറും പിന്നെ ആനിവേഴ്സറി ടോപ്പ് കംപ്ലീറ്റ് തീർന്നിരിക്കുകയായിരുന്നു. അത് 2-3 എടുത്തിട്ട് പിന്നെ നമ്മൾ പോയത് ഈ ഒരു ബേസിന് വേണ്ടിയിട്ടായിരുന്നു. ആ ബേസും ബോക്സൊക്കെ പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വന്ന വഴി പമ്പിലൊന്ന് കയറി പെട്രോൾ അടിച്ചിട്ട് പോകുന്നുണ്ട്. പെട്രോൾ മൊത്തത്തിൽ തീർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഇങ്ങനെ പോകുമ്പോൾ കുറച്ചായാലും ഞാൻ അടിച്ചു വെക്കും. കാരണം പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ പിന്നെ പാടാലോ. അതുകൊണ്ട് തന്നെ ഇച്ചിരി കുറഞ്ഞിരുന്നാലും ഞാൻ അടിച്ച് വെക്കും പെട്ടെന്ന് തീരാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ തിരിച്ച് വന്ന വഴി ഉമ്മാട്ട് കയറി അവിടെ നിന്ന് കുറച്ച് കറിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് വരാനുണ്ടായിരുന്നു. പോയപ്പോൾ അവിടെ കയറി ചോറും ഇറച്ചി ഉളുത്തിയതും ചെമ്മീൻ ചമ്മന്തിയും കൂട്ടി ചോറ് നിന്നിട്ടോ പോയത്. പിന്നെ അത് കുറച്ച് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അതെടുക്കാനൊക്കെ വേണ്ടി കയറിയിട്ട് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ നമുക്ക് വൈകിട്ടൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതൊരു ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. ഒരു 1/2 kg കേക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഷുഗർ ഷീറ്റായിരുന്നു നമ്മളോട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രിൻറ്റും കൂടെ എടുക്കാനായിട്ട് അവിടെ ചെന്നത്. സത്യം പറഞ്ഞാൽ അത് പറയാൻ അപ്പം മറന്നുപോയി. ഈ പ്രിൻറ്റും പിന്നെ ബോക്സും ബേസും എടുക്കണമായിരുന്നു. അങ്ങനെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അവർ പ്രത്യേകിച്ച് ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഫോട്ടോ അയച്ചു തന്നിട്ട് അത് വയ്ക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ പണികളൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കാനേ ഓപ്ഷനുള്ളൂ. അങ്ങനെ അത് ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ പള്ളിപ്പടിക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ പോകാൻ കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ എന്തോ ഒരു കാര്യം സാധനത്തിന് വേണ്ടി കൈ കൂപ്പി നിൽക്കാനായിട്ടാണ് കാണുന്നത്. എന്തോ മിഠായി എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് പിള്ളേർക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിഠായി ഒന്നും വാങ്ങിക്കലായിരുന്നു. ഞാൻ വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. വേറെ എന്തോ കഴിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചത്. എന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് അവർ വന്ന് കൊണ്ടുപോകാൻ വേണ്ടി കുറേ താമസം ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേർ വന്ന് അവർ ബ്ലോക്കിൽ പെട്ടേക്കുമായിരുന്നു. പോലീസ് ചെക്കിങ് ഉള്ളതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് പിള്ളേർ വന്നതുകൊണ്ട് കുറച്ചധികം താമസിച്ചായിരുന്നു വന്നത്. അങ്ങനെ കേക്ക് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ഒരു തുണിക്കടയിൽ പോയി. അവിടെ നമുക്ക് ഒരു 2 ബേബിക്കുള്ള ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. ന്യൂ ബോൺ ബേബീനെ നമുക്ക് കാണാൻ പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു ഗേളിനും ബോയ്ക്ക് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഗേളിന് ഇതൊക്കെ കുറേ നോക്കിയിട്ട് അതെന്ന് പറഞ്ഞ